എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗുരുവിൻ്റെ കഥയാണ്. അതായത് മനുഷ്യജന്മവും അതുപോലെ മറ്റുള്ള ജീവികളുടെ ജന്മവും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ച ഒരു ചെറിയ കഥയാണ്. ഒരിക്കൽ ഗുരു ആശ്രമത്തിൻ്റെ മുന്നിലൂടെയുള്ള ഉദ്യാനത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പോഴേക്കും അദ്ദേഹത്തിനുള്ള ദിവ്യജ്ഞാനം വഴി അദ്ദേഹത്തിന് സർവ്വ ജീവജാലങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു മരത്തിൻ്റെ ഇലയിൽ ഒരു ചിത്രശലഭം ഒന്നും ചെയ്യാതെ വളരെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാണ് ഉദ്യാനത്തിലെ പൂക്കളുടെ തേനൊന്നും എടുക്കാതെ നീ വെറുതെ നിഷ്ക്രിയമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ പൂമ്പാറ്റ വളരെ വിഷമത്തോടെ പറഞ്ഞു, നിങ്ങൾ മനുഷ്യർക്കൊക്കെ ദീർഘായുസ്സും ഒരുപാട് വലിയ വലിയ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഞാൻ എൻ്റെ ജന്മത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. എനിക്ക് വെറും 2 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ആഹാരം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഞാൻ പെട്ടെന്ന് തന്നെ ഈ ലോകത്തിൽ നിന്ന് പോകുമല്ലോ എന്ന് അവൻ നിരാശപ്പെട്ടു. നേരം ഗുരു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് വെറും 2 ദിവസമേ ജന്മമുള്ളെങ്കിലും നിൻ്റെ ജോലി, അതായത് നിൻ്റെ ഈശ്വര നിയോഗം അല്ലെങ്കിൽ നിൻ്റെ ദൈവഹിതം നിന്നിൽ നിറവേറപ്പെടണമെങ്കിൽ നീ വളരെ ആകർഷകമായിട്ട് തുള്ളിച്ചാടി പറന്ന് നടക്കണം. അത് കാണുമ്പോൾ കുട്ടികളും മുതിർന്നവരും എല്ലാവർക്കും അത് മനം നിറയ്ക്കുന്ന ഒരു സന്തോഷമുള്ള നിമിഷമാണ്. പൂമ്പാറ്റകളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നിൻ്റെ ഈ 2 ദിവസത്തെ ജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ്. ആ 2 ദിവസം നിന്നെ സംബന്ധിച്ച് വിലപിടിച്ചതാണ്. അതേസമയം മനുഷ്യർക്കാണെങ്കിലോ വലിയ കർമ്മം ചെയ്യാനായിട്ടുള്ള അവസരമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ ഉത്തരവാദിത്തമാണ് അവരുടെ ജന്മത്തിൽ അവർക്ക് ഈ ഭൂമിയിൽ നിറവേറ്റാനായിട്ടുള്ളത്. അവരുടെ കർമ്മമണ്ഡലം വളരെ വിസ്തൃതമാണ്. അവർക്ക് 80, 90, 100 വയസ്സ് വരെയൊക്കെ അവർ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഭാരിച്ച ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവർക്ക് നിറവേറ്റാനുണ്ട്. നിനക്ക് ലളിതമായിട്ടുള്ള ഈ ചെറിയ കർമ്മമാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നീ സന്തോഷമായിട്ട് പൂക്കളിൽ പോയി തേനുണ്ടിട്ട് നീ എല്ലായിടത്തും പറന്ന് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവന് സന്തോഷമായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, മനുഷ്യജന്മത്തിൽ അവനവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോവുക എന്നുള്ളതാണ്. അതായത് ചിലർ അവർ ആഗ്രഹിച്ച നേട്ടങ്ങളൊന്നും ഇല്ല, പദവി, പ്രശസ്തി, അധികാരം, സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് പരിതപിച്ചുകൊണ്ട് അവർ അവരുടെ കർമ്മമണ്ഡലത്തെ നിസ്സാരമായിട്ട് കണ്ടിട്ട് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയമായിട്ട് അവരുടെ ആയുസ് വെറുതെ കളയുന്നു. അവരുടെ ഓരോ ദിവസവും വെറുതെ അർത്ഥമില്ലാതെ കളയുകയാണ്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണെന്ന് കരുതി വളരെ നന്നായി അത് വിനിയോഗിക്കുക.